Hello everyone, I am Merin. Welcome back to my channel. Hope you're all fine by the grace of God. ഇന്ന് നമ്മൾ മൈക്രോ ഗ്രീൻസും വെജിറ്റബിൾസും കൂടി ചേർത്ത് ഒരു നല്ല ഉപ്പുമാവാണ് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ഒരു സ്പെഷ്യൽ ബാച്ചിലേഴ്സ് റെസിപ്പിയാണ് കേട്ടോ. മൈക്രോ ഗ്രീൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒന്നുകിൽ സോയിലിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ നമുക്ക് വളർത്താം. ഇതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അവസാനം ചേർത്തേക്കാം, വേണ്ടുന്നവർ കാണുക. അപ്പോൾ മൈക്രോ ഗ്രീൻസ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെം പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ലീഫി പാർട്ടാണ് നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റെം പാർട്ട് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ വേറെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്തത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 കപ്പ് സൂചി, 1 കപ്പ് മിൽക്ക്, 2 ഗ്രീൻ ചില്ലി അരിഞ്ഞത്, ഒരു ചെറിയ ജിഞ്ചർ പീസ് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, 1 സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കടലപ്പരിപ്പ്, 2-3 വറ്റൽ മുളക്, പിന്നെ ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഓയിൽ. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുവാൻ 1 കപ്പ് സൂചിക്ക് 2 കപ്പ് വെള്ളമാണല്ലോ വേണ്ടിയത്. ഇവിടെ നമ്മൾ 1 കപ്പ് മിൽക്കും 1 കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. മിൽക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു നല്ല ക്രീമി ടെക്സ്ചറിലായിരിക്കും നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാകുന്നത്. അപ്പോൾ കടായി ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ജിഞ്ചർ അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സൂചിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്. അത് റോ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സൂചി നേരത്തെ നമ്മൾ വറുത്തിട്ടില്ല, ഇപ്പോഴാണ് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. സൂചി ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി, സവാള, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, മൈക്രോ ഗ്രീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിൽക്കും വാട്ടറും കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അടുത്ത ബർണറിൽ വെച്ച് ബോയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സൂചിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്തിരിക്കുന്ന വാട്ടർ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശകലം സൂക്ഷിക്കണം, ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. ബോയിൽ ചെയ്യുന്നതുകൊണ്ട് അത് കയ്യിലേക്കൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ടിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 to 10 മിനിറ്റ്സ് അടച്ചു വെക്കണം. മൈക്രോ ഗ്രീൻസിനകത്ത് സാധാരണ പ്ലാന്റ്സിനേക്കാളും 4 ടൈംസ് ന്യൂട്രിയൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ റോ വെജിറ്റബിൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടുതലാണ്. അപ്പം നല്ല ഫില്ലിംഗ് ആയിരിക്കും ഇത്. അപ്പോൾ വെയിറ്റ് ലോസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് വെജിറ്റബിൾ ഹെൽത്തി ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇച്ചിരി സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി ഉപയോഗിക്കാം. കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്ത് കൊടുത്താൽ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം 2 തരത്തിലും നമ്മുടെ ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാളെ തന്നെ ഇത് ട്രൈ ചെയ്യണം. നല്ല ക്രീമി ഡെലീഷ്യസ് ടേസ്റ്റി ഉപ്പുമാ ആണ് ഇത്. ആരെങ്കിലും ഈ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay home, stay safe. God bless you all.